അങ്ങനെ ദേ രാവിലെ തന്നെ അപ്പു നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ തവണ വരുമ്പോഴും അല്ലൂന് എന്തെങ്കിലും ഒരു ടോയ്സ് കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഇത്തവണയും അവൻ കൊണ്ടുവരാൻ മറന്നിട്ടില്ല. ഇനി എത്ര ദിവസത്തേക്ക് ഇതിങ്ങനെ കാണുമെന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഇന്നാണ് അമ്മേൻ്റെയും ഏട്ടൻ്റെയൊക്കെ കെട്ടുന്നറ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോയിട്ടോ. അങ്ങനെ എല്ലാ സ്വാമിമാരുടെയും കെട്ടുന്നവരൊക്കെ കഴിഞ്ഞ് ഇരുമുടിക്കെട്ടൊക്കെ അവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് അവർ പുലർച്ചയ്ക്കാണ് പോകുന്നത്. അപ്പോൾ രാത്രി എല്ലാവർക്കും അമ്പലത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭജന ഉണ്ടായിരുന്നു. അപ്പോൾ 7 മണിയൊക്കെ ആകുമ്പോൾ ഭജന തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അല്ലുവാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല, ഫുൾ ഓടിക്കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ദിയാണ് അവനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ കൊണ്ട് നടന്നത് കേട്ടോ. ഞാനാണെങ്കിൽ ഇത്തവണ ഒരു ഭജനയ്ക്ക് പോലും വന്നിട്ടില്ല കേട്ടോ. കാരണം വൈകുന്നേരം കുട്ടിയുടെ വർക്ക് കഴിഞ്ഞ് വന്നാൽ പിന്നെ നേരെ കുളിച്ച് മാറ്റി ജിമ്മിന് പോകുന്നതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് ആക്കി തരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം കുറേ ഭജനയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടാറിനാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. അവിടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് പോവുകയാണ് കേട്ടോ. അച്ഛൻ അവിടെ ആക്കിയതിന് ശേഷം കുട്ടാടൻ തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കൊക്കെ ഭജന തുടങ്ങി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയമായിട്ട് അപ്പോൾ ചോറും സാമ്പാറും അവിയലും പിന്നെ ഇടിച്ചക്കേൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അല്ലും കൂടെയാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അല്ലുവിന് ആ സമയമായപ്പോഴേക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഏതായാലും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അമ്പലം ക്ലോസ് ചെയ്തതിന് ശേഷം ഞങ്ങളവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഓട്ടോയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ നാളെ എക്സാം ആയതുകൊണ്ട് തന്നെ അബിൻ ദിയും കൂടെ കുറച്ച് സമയം ഇങ്ങനെ വായിച്ചിട്ട് കിടന്നുറങ്ങാൻ പോകാമെന്നുള്ള മൈൻഡിലാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.